പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനും പരാതിക്കാരിക്കും കൗൺസിലിംഗ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. കൗൺസിലിംഗിന് ശേഷം റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും അതുവരെയും ഒരു നടപടിയും പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. രാഹുലിനെതിരെയുള്ള പരാതി ഗുരുതരമാണെന്ന് നിരീക്ഷിച്ച കോടതി ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നും വ്യക്തമാക്കി. വിളിപ്പിച്ചു, രണ്ടുപേരും അടുത്തും കോടതി തന്നെ നേരിട്ട് കേട്ടു. അതിനുശേഷം ഇവരെ കൌൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിന്റെ ബേസിസിൽ അവരെ കൌൺസിലിംഗിന് വിട്ടേക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം, രാഹുലിന് എഗൻസ്റ്റുള്ള സ്റ്റെപ്സ് എല്ലാം തൽക്കാലം നിർത്തിവെച്ചേക്കുകയാണ്. ബാക്കി എന്നിട്ട് കോടതി കൌൺസിലിംഗിന്റെ തീരുമാനത്തിനനുസരിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. അതുവരെ എല്ലാ സ്റ്റെപ്പുകളും നിർത്തിവെച്ചേക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കോടതി നടന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് നമുക്കറിയാം, ഇത് നമ്മുടെ പോലീസിനെയും നിയമ വ്യവസ്ഥയുമൊക്കെ കബളിപ്പിച്ച, അതല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെയൊക്കെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസ് കൂടിയാണ്. പോലീസിന് മേൽ ഒരു പോലീസുകാർ ഉൾപ്പെടെ ഈ പരാതിക്കാരിയുടെ പരാതിക്ക് പിന്നാലെ നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പരാതി പിൻവലിക്കുന്നു, മൊഴിമാറ്റം ഉണ്ടാകുന്നു. ഒടുവിൽ കോടതിക്ക് മുൻപാകെ രാഹുലും പരാതിക്കാരിയും എത്തുമ്പോൾ കോടതിക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഈ പരാതിക്കാരിയുടെ മൊഴിമാറ്റത്തിലടക്കം? ടോം, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവർക്കും കൗൺസിലിംഗ് നൽകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലിംഗ് നൽകുന്നതിനായി ലീഗൽ സർവീസസ് സൊസൈറ്റി അതോറിറ്റിയെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ വേണം കോടതിയിൽ സാക്ഷ്യപ്പെടുത്താനെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 21-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ മറ്റു നടപടികൾ പാടില്ല എന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമവൃത്തങ്ങളെ, മിഷണറിയുടെ മുഴുവൻ സാധുതയും ഉപയോഗിച്ച ഒരു കേസ് തന്നെയാണ് സ്ത്രീധന പീഡന നിയമം, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമം. ഇത്തരത്തിലുള്ള മുഴുവൻ മിഷണറിയെയും മുഴുവൻ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിച്ചമച്ച കേസ് എന്ന് നമ്മൾ ഇപ്പോൾ പറയേണ്ടി വരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഒരച്ഛൻ മകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ അവൾക്കൊപ്പം നിന്നതിന്റെ അച്ഛന്റെ നന്മയെ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു പന്തീരാങ്കാവ്. കാരണം ഈ അച്ഛനൊരു മാതൃകയാണ്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചയപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിസ്മയ, ഉത്ര പോലെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, ഇരകളെ ചൂണ്ടിക്കാട്ടി ഈ കേസ് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അങ്ങേയറ്റം കേരളത്തിലെ ഒരുപക്ഷെ അല്പം പുരോഗമനവാദികളായ ആളുകളെങ്കിലും അങ്ങേയറ്റം സന്തോഷിച്ച കുറച്ച് അച്ഛന്മാരെങ്കിലും കുറച്ച് പാരൻസെങ്കിലും അവരുടെയെങ്കിലും കണ്ണു തുറപ്പിച്ച ഒരു സാഹചര്യം കൂടി ഈ കേസിലൂടെ കടന്നുപോയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് പെൺകുട്ടി മൊഴിമാറ്റുകയാണ്. വീട്ടുകാർ നിർബന്ധിച്ച ശേഷമാണ് താൻ ഇങ്ങനെ ഒരു പരാതി നൽകിയത്, രാഹുലേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നുള്ള തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ പെൺകുട്ടി ഇറക്കുന്നു. എന്തായാലും രാഹുൽ ഇതിൽ കുറ്റക്കാരനല്ല. പക്ഷേ ബ്ലൂ കോർണർ നോട്ടീസ് വരെ പുറപ്പെടുവിച്ച ഒരു കേസാണ്. കാരണം രാഹുൽ ജർമ്മനിയിലേക്ക് കടക്കുന്നു. ജർമ്മനിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കേരള പോലീസും അതുപോലെ മറ്റ് ഇന്റർനാഷണൽ അതോറിറ്റികളും ഈ കേസിൽ ഇടപെട്ടു എന്നുള്ളതും ഇതിനകത്ത് കാണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട്, കോടതി ഇപ്പോഴും പറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ മാരകമായിരുന്നു. അത് ശരിയാണ്. കാരണം ഞാനും ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത്, അല്ലെങ്കിൽ മർദ്ദനമേറ്റിരുന്ന ഒരു സമയത്ത് അങ്ങേയറ്റം മാരകമായ മുറിവുകൾ അതിന്റെ മുഖത്തും ശരീരത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു SHOയ്ക്ക് ഉൾപ്പെടെ സസ്പെൻഷൻ വരെ നേടിക്കൊടുത്ത ഒരു കേസ് നിൽക്കുമ്പോൾ പന്തീരാങ്കാവ് SHO ഒന്ന് സസ്പെൻഷനിലായി. ഈ കേസിൽ വേണ്ടത്ര നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് പന്തീരാങ്കാവ് SHOയുടെ നീക്കമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകുകയും ഈ പരാതി അടിസ്ഥാനത്തിൽ SHOയ്ക്ക് ഉടനടി സസ്പെൻഷൻ ഉണ്ടാവുകയും വനിതാ കമ്മീഷൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. മാത്രമല്ല, മന്ത്രി ബിന്ദു നേരിട്ട് പെൺകുട്ടിയെ സന്ദർശിച്ചു. അങ്ങനെ അതോറിറ്റികളെല്ലാം ഇടപെട്ട ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഇങ്ങനെ മിഷണറിയെ പറ്റിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ഇതിന് മറ്റൊരു ഹർജി കൂടി വേണമെങ്കിൽ ഇതിനകത്ത് പോലീസിനോ അല്ലെങ്കിൽ സർക്കാരിനോ
കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടി, ഒരു ലൂപ്പ് ഹോൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും പക്ഷെ അങ്ങനെയെങ്കിൽ അത് ആരാണ് നമ്മുടെ നിയമ സംവിധാനത്തെ കബളിപ്പിച്ചെന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ ആജ്ഞ. കാരണം ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണെങ്കിൽ അതാരാണ് ഈ പരാതിക്കാരി? ഈ പെൺകുട്ടിയാണോ കെട്ടിച്ചമച്ച പരാതി നൽകിയത്? അതോ പെൺകുട്ടി ആരോപിക്കുന്നത് പോലെ ആ പെൺകുട്ടിയുടെ കുടുംബമാണോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും പല ദുരൂഹതകളും നിലനിൽക്കുന്നത്. ഈ യുവതിയെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചതാണ് എന്ന രീതിയിലുള്ള ആരോപണം കുടുംബം പോലും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ കേസ് പൂർണ്ണമായും പോലീസ് എഴുതി തള്ളിയോ? അതോ ഇത്തരം ഈ കെട്ടിച്ചമച്ച പരാതി അല്ലെങ്കിൽ വ്യാജ പരാതിയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് കോടതി പ്രത്യേകിച്ച് സൂചിപ്പിച്ചത്. 21-ാം തീയതി ഇരുവർക്കും കൗൺസിലിംഗ് നൽകിയ ശേഷം, കൗൺസിലിംഗ് റിപ്പോർട്ട് കോടതിയിൽ കിട്ടിയ ശേഷം മാത്രമേ ഈ കേസിൽ മറ്റു നീക്കുപോക്കുകൾ ഉണ്ടാകാവൂ എന്ന് തന്നെയാണ് കോടതി അടിവരയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റ് സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ടോം ചോദിച്ചതുപോലെ ഇതിനകത്ത് ഒരുപക്ഷെ പ്രതികളാകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരടക്കമുള്ള ആളുകളായിരിക്കാം. പക്ഷേ പെൺകുട്ടി നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഒറ്റയ്ക്കുള്ള സാഹചര്യത്തിൽ പോലും അത് തിരുത്തി പറയാൻ തയ്യാറായില്ല. മാത്രമല്ല വിശ്വസനീയമായ തരത്തിൽ അവരുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തതുപോലെയുള്ള കഥകൾ തന്നെയായിരുന്നു നമ്മൾ കേട്ടത്. അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പീഡന പരാതിയിൽ അല്ലെങ്കിൽ മർദ്ദനത്തിന്റെ പാടുകൾ ശരീരത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിലൊക്കെയും വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞത് സ്ത്രീധന പീഡനം കൂടി അതിനകത്തേക്ക് ഇമ്പോസ് ചെയ്തതാണോ എന്നുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടത്. മാത്രമല്ല അതിനുശേഷം അതായത് അതിന്റെ കോഴിക്കോട് കോടതിയിലേക്ക് പന്തീരങ്കാവിലേക്ക് വിളിച്ച് പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കുന്നതുവരെ പെൺകുട്ടിയുടെ നിലപാട് ഏതാണ്ട് വ്യക്തമായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് പെൺകുട്ടി കഴക്കൂട്ടത്തുള്ള ഇവരുടെ ഓഫീസിൽ, അതായത് ടെക്നോ പാർക്കിലെ ഒരു ഓഫീസിൽ TCS-ൽ ജോലിക്കാരിയായിരുന്നു ഈ പെൺകുട്ടി. അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എല്ലാ ദിവസവും ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. ഒരു ശനിയാഴ്ച പെൺകുട്ടിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ടോക്കുകൾ, ഗ്രാജുവലി ഉള്ള ടോക്കുകൾ മാത്രമാണ് പെൺകുട്ടിയുമായി ഉണ്ടായതെന്ന് അച്ഛൻ പറയുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, സുഖമായിരിക്കുന്നു, അങ്ങനത്തെയുള്ള കാഷ്വൽ ടോക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറയുന്നു. ശനിയാഴ്ച ദിവസം പെൺകുട്ടിയെ അവിടുന്ന് കാണാതാകുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്നൊരു പരാതി കൂടി ഈ അച്ഛൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ആ പരാതി ഇവിടേക്ക് പറവൂരിലേക്ക് ആ കേസ്, വടക്കേക്കരയിലേക്ക് ആ കേസ്, പോലീസ് സ്റ്റേഷനിലേക്ക് ആ കേസ് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴക്കൂട്ടം പോലീസിന്റെ പരിധിയിലായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇവിടുന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കഴക്കൂട്ടം പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. പിന്നീട് പെൺകുട്ടി ഡൽഹിയിലുണ്ട് ഞാൻ സുരക്ഷിതയായിരിക്കുന്നു, എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല എന്നുള്ള വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ കാര്യത്തിൽ ഒരു അനുമാനം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ ഈ രാഹുലിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഉള്ളവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന അച്ഛന്റെ പരാതി തള്ളിപ്പോകുന്ന തരത്തിലേക്ക് ആ കേസ് മാറുന്നത്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് വീണ്ടും ലൂപ്ഹോളുകളുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ സർക്കാർ മിഷനറിയെ കള്ളക്കേസ് പറഞ്ഞ അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ട് സർക്കാർ മിഷനറിയെ അതിവിപുലമായി ഉപയോഗപ്പെടുത്തിയ ഒരു കേസ്, ഒരു പരാതി എന്നുള്ള നിലയിൽ അത് തന്നെയാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് നിരവധി ആളുകളെ കബളിപ്പിച്ചിരുന്നു. മാധ്യമങ്ങളെ, പൊതുജന സമൂഹത്തെ, രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം. കാരണം ഈ പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ പോലീസ് സ്വീകരിച്ചൊരു നിലപാട് ഇതായിരുന്നു, ഈ സംഭവം, ഈ പരാതി അത്ര ഗൗരവമുള്ളതല്ല, വീണ്ടും ഒന്നുകൂടെ പരിശോധിച്ച ശേഷം മാത്രം നടപടിയെടുത്താൽ മതിയെന്ന്. പക്ഷെ അതിനിടെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. പ്രതിപക്ഷം പോലും പോലീസിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് രാഹുലിനും കുടുംബത്തിനുമെതിരെ കേസ് പോലും പോലീസ് എടുത്തത്. പിന്നീട് ഈ രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ചില പോലീസുകാർക്കെതിരെ നടപടി പോലും ഉണ്ടായി. ഒരുപക്ഷെ ഇനി ഇതുപോലുള്ള ഗാർഹിക പീഡന പരാതികൾ വന്നാൽ ഇനി കേസെടുക്കാൻ പോലീസ് പോലും അല്പം ഭയപ്പെടും എന്ന് തന്നെയാണ് ഈ കേസിന്റെ നടപടികൾ, കോടതി വരെ എത്തിയ പല നടപടികളും സൂചിപ്പിക്കുന്നത്.